ഐ.ടിയുടെ ഒപ്പം നമുക്ക് കുറച്ച് ജോഗ്രഫിയും കൂടി പഠിച്ചു പോകാം. SCERTയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളും പഴയ ടെക്സ്റ്റ് ബുക്കുകളും കൂടി ചേർത്തിട്ട് നമുക്ക് ജോഗ്രഫിയുടെ പാർട്ട് 1 പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഇത് 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. വരയ്ക്കാം വായിക്കാം. ഞാൻ ഇതിൻ്റെ ഒപ്പം വെറുതെ ആ ടെക്സ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ ഇത് ഇരുന്ന് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് കണ്ട് വായിക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വരയ്ക്കാം വായിക്കാം. ഇതിലെന്താ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഔട്ട്ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് അജി. ഒപ്പം കുടുംബവുമുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഔട്ട്ലുക്ക് വെച്ചിട്ട് അവർ എങ്ങനെ അവിടെ എത്താമെന്ന് കണക്കാക്കാനായിട്ടാണ് അതിലാദ്യം ഒരു കഥ പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ സഞ്ചരിച്ച് അവിടെ എത്താം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ലേ ഔട്ട് എന്താണ് എന്നാണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ പുതിയ വീടോ കെട്ടിടമോ നിർമ്മിക്കുമ്പോൾ നമ്മളതിൽ സ്കെച്ചും പ്ലാനൊക്കെ തയ്യാറാക്കും. അപ്പോൾ അതിൽ അളവുകൾ കൊടുത്തിട്ടുണ്ടാവണം, പിന്നെ ഏതാണ് അതിൻ്റെ ദിശ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്കെച്ച് എന്ന് പറയുന്നത്. എന്നൊക്കെ കാര്യങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അതിലൊരു പോയിന്റ് ഉള്ളതാണ്, സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് നമ്മൾ കിഴക്കായി കണക്കാക്കുന്നത്. ഇനി ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അജി വീടിന് സമീപം ഉദയസൂര്യന് അഭിമുഖമായി നിൽക്കുകയാണ്. ഏത് ദിശയിലാണ് നോക്കി നിൽക്കുന്നത്? അപ്പോൾ ഏതായിരിക്കും? കിഴക്ക് ദിശയിലാണ്. പിന്നെ അജിയുടെ വലത് കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ വലത് കൈ. അപ്പോൾ കിഴക്കിൻ്റെ വലതുവശം ഏതായിരിക്കും? തെക്കായിരിക്കും. ഇടതുവശം എന്ന് പറയുമ്പോൾ വടക്കായിരിക്കും. ഇനി അജിയുടെ നിഴൽ ഏത് ദിശയായിരിക്കും? സൂര്യൻ്റെ ഓപ്പോസിറ്റ്, അതായത് പടിഞ്ഞാറായിരിക്കും. അതുപോലെ തിരിച്ച് വരുമ്പോൾ ചിത്രം ബി, അതായത് പടിഞ്ഞാറോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചു വരും. അപ്പം നമുക്ക് സൂര്യൻ്റെ ദിശ എവിടെയാണോ അതിന് കിഴക്കായിട്ട് സങ്കല്പിച്ച് ബാക്കി ദിശകളൊക്കെ കണക്കാക്കാം. അങ്ങനെയാണ് ആദ്യമൊക്കെ കണക്കാക്കിയിരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വടക്കുനോക്കി യന്ത്രം. വടക്കുനോക്കി യന്ത്രം എന്താ? ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്കുനോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കുവടക്കു ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ കാന്തത്തിൻ്റെ ഹെൽപ്പിലാണ് ഇത് ചെയ്യുന്നത്. കാന്തം എങ്ങനെയാണ്? നോർത്ത് സൗത്ത് ദിശയിലായിരിക്കും നിൽക്കുന്നത്. അതിനടിസ്ഥാനമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പം മൊബൈൽ ഫോണുകളിലൊക്കെ ഈ ആപ്പ് ഉണ്ട്. ഇനി ഭൂപടത്തിലെ ദിശകൾ. ഭൂപടത്തിൽ സാധാരണയായി ദിശ കണക്കാക്കുന്ന അടയാളം നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളിൽ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ഭൂപടത്തിൻ്റെ ചുവട് ഭാഗം തെക്ക് ദിശയെയും വലത് ഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടത് ഭാഗം കിഴക്ക് ദിശയെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? ചുവട് ഭാഗം തെക്ക് ദിശ, വലത് ഭാഗം പടിഞ്ഞാറ് ദിശ, ഇടത് ഭാഗം കിഴക്ക് ദിശ, മുകൾ ഭാഗം വടക്ക് ദിശ എന്നിങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ചുമർ ഭൂപടത്തിൽ കാണാൻ കഴിയുക. ഇനി അതിൽ സാധാരണയായിട്ട് ഭൂപടങ്ങളിൽ ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ ആണ് ഈ കാണിച്ചിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എന്നും പറഞ്ഞിട്ട് അതിന് സൂചന ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ ആരോ പോലെ കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇതിൽ സ്കെച്ച് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനെ ഓരോന്നിനെ സൂചിപ്പിക്കാൻ ഓരോ മാർക്കുകളും കൊടുത്തിട്ടുണ്ട്. ഡോറിനെ സൂചിപ്പിക്കാൻ D, ടേബിളിനെ സൂചിപ്പിക്കാൻ T എന്നിങ്ങനെ. അതൊന്ന് വെറുതെ നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ താഴെ അത് വെച്ചിട്ട് ഒരു സ്കെച്ച് വരച്ചിട്ടുണ്ട്. ഇനി അതിലെന്താ? ഓക്കെ, ഇനി ഇതിൽ ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് കൊടുത്താക്കണം. അപ്പോൾ അതിന് അവർ എക്സാമ്പിളായിട്ട് ഒരു ബോൾ എടുത്താക്കണം. ഗോളാകൃതിയിലുള്ള ഒരു പ്രതലത്തിൽ ഒരു വസ്തുവിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുക പ്രയാസമാണ്. അതിനെങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ കുറുകയും നെടുകയും വരകളിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ആ ഒരു സ്ഥാനം എന്നുള്ള രീതിയിൽ കണക്കാക്കാം. ഇപ്പം അതിൽ താഴെ ഈ വരയ്ക്കും അക്ഷരവും നമ്പറും കൂടി നൽകിയ ആ വരകൾക്കിടയിലുള്ള സ്ഥാനമാണ് വീടിൻ്റെ സ്ഥാനം എന്ന് നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 2 3 4 5 6 7 8 എന്നും പറഞ്ഞ് കുറുകെയുള്ള വരയും നെടുകെയുള്ള വരയായിട്ട് ABCD
കുറുകെയുള്ള വരിക്ക് ABCDയും നെടുകെയുള്ള വരയ്ക്ക് 1 2 3 4 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആ സ്ഥാനം കണക്കാക്കാം. അപ്പോൾ ആ വീട് ഇരിക്കുന്ന സ്ഥലം 5 6ൻ്റെ ഇടക്ക്, സിയുടെ ഡിയുടെ ഇടക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഇനി A എന്ന് രേഖപ്പെടുത്തി ഈ ഗോളത്തിൽ A എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വടക്കേ അർദ്ധഗോളവും B എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദക്ഷിണ അർദ്ധഗോളവുമാണ്. ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റ് രേഖകളും, ഇതിനെ നമ്മൾ അക്ഷാംശ രേഖ എന്ന് പറയും. അക്ഷാംശ രേഖയ്ക്ക് ലംബമായി വരച്ചിരിക്കുന്നതിന് രേഖാംശ രേഖ എന്നും പറയുന്നു ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്ലോബും ഭൂപടവും എന്താണെന്ന്. ഗോളാകൃതിയിൽ ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർക്കുമ്പോൾ അതിനെ ഭൂപടം എന്ന് പറയും. ഗോളാകൃതിയിലാണ് ഈ ഗ്ലോബ്, പരന്ന പ്രതലത്തിൽ വരച്ചു ചേർക്കുമ്പോൾ അത് ഭൂപടമായി മാറും. ഇതിൽ ഒരു ഗ്ലോബ് എടുത്തിട്ടുണ്ട്. ഗ്ലോബിൻ്റെ അകത്ത് ലോക ഭൂപടം കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപടം കാണിച്ചിട്ടുണ്ട്. കേരള ഭൂപടത്തിൽ എന്തൊക്കെയുണ്ട്, അതിനൊരു തലക്കെട്ടായിട്ട് എന്തൊക്കെ സംഭവങ്ങളാണ് ഒരു ഭൂപടത്തിലുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ABC എന്ന് 3 ഇത് നമ്മൾ കാണാം. അതിൽ A എന്താണ്? തലക്കെട്ടാണ്. തലക്കെട്ടായിട്ട് അവിടെ എന്താ കൊടുത്താക്കുന്നത്? രാഷ്ട്രീയ ഭൂപടം, കേരള രാഷ്ട്രീയ ഭൂപടം, അതാണ് തലക്കെട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. B ആയിട്ട് കൊടുത്തിരിക്കുന്നത് ദിശ, അതായത് ഇപ്പം ഇതിൽ താഴെ കൊടുത്തിട്ടുണ്ട് തൃശ്ശൂരിന് വടക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകളും തൃശ്ശൂരിന് തെക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകളും പട്ടികപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളതെങ്ങനെ കണ്ടുപിടിക്കും? തൃശ്ശൂരിൻ്റെ വടക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ മോൾ ഭാഗത്ത് കണ്ടേ ആ സൂചികയിൽ നോർത്ത് ഭാഗത്ത് ഏതൊക്കെ ജില്ലകളുണ്ട് കടലിനോട് ചേർന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഇനി തെക്ക് കടലിനോട് ചേർന്ന് പറയുമ്പോൾ എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. അതിനാണ് നമ്മൾ ആ ദിശ സൂചിപ്പിക്കുന്നത്. ഇനി C എന്താ? സൂചിക, അതായത് അതിർത്തി, സംസ്ഥാന അതിർത്തി, ജില്ലാ അതിർത്തി, തലസ്ഥാനം, ജില്ലാ ആസ്ഥാനം, ഇതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൂചിക. ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. പിന്നെ എന്തൊക്കെ ഉണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിനെ സൂചിപ്പിക്കാൻ, റെയിൽപാതയെ സൂചിപ്പിക്കാൻ, നദിയെ സൂചിപ്പിക്കാൻ, തുറമുഖത്തിനെ സൂചിപ്പിക്കാനായിട്ട് ഇതേപോലെ പല ചിഹ്നങ്ങളും ഉണ്ട്. അതാണ് ആ കൊടുത്തിരിക്കുന്നത്, സൂചികയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണാണ് ഇതിൻ്റെ ആസ്ഥാനം. സർവേ ഓഫ് ഇന്ത്യയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. അത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് അതിൻ്റെ ആസ്ഥാനം. ഇനി ജില്ലകൾ കണ്ടെത്താം. അത് വേണ്ട, ഇനി ഇതിലേതാ പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഉത്തർപ്രദേശിനെ പറ്റിയിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. എൻ്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അതാണ് നേപ്പാൾ. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഞാൻ പങ്കിടുന്നുണ്ട്. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് എന്നെ വിശേഷിപ്പിക്കാറുണ്ട്. എൻ്റെ നാട്ടിലെ നൃത്തകലയാണ് കഥക്. എൻ്റെ പ്രധാന നഗരങ്ങളുടെ പേരുകളാണ് കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ്. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥ് എന്നെ പ്രശസ്തി ലോകമെങ്ങും പരത്തുന്നു. അപ്പോൾ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്താണ്. അതിർത്തിയിലുള്ള രാജ്യമാണ് നേപ്പാൾ. പിന്നെ 8 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നു. പ്രധാന നൃത്തം കഥക്. പിന്നെ കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് ഇതൊക്കെ ഉത്തർപ്രദേശിലെ പ്രദേശങ്ങളാണ്. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥ് ഉത്തർപ്രദേശിലാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പാണ്. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ
തേടി യാത്ര തിരിച്ചു. കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്ക് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്ക് സഞ്ചരിച്ച് മലിന്ദി തുറമുഖത്തെത്തി. അവിടെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20-ന് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. അപ്പോൾ എന്താണ്, 170 പേരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. പിന്നെ 1498 മെയ് 20-ന് ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്താണ് എത്തിച്ചേർന്നിട്ടുള്ളത്. മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെയാണ് എത്തിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇത് വേൾഡ് മാപ്പാണ്. ഇപ്പോൾ ഈ മാപ്പിൽ അദ്ദേഹം വന്ന ആ ഒരു വഴി അതിൽ കൊടുത്തിട്ടുണ്ട്. എന്താ, കാറ്റിൻ്റെ സഹായത്തോടു കൂടി എന്താണ് ലിസ്ബണിൽ നിന്നും ആഫ്രിക്കയുടെ പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ ആ ഒരു തെക്ക് പടിഞ്ഞാറൻ ആ മൂലക്ക് കാണുന്നതാണ് ലിസ്ബൺ എന്ന് പറയുന്നത്. അവിടെ നിന്ന് തെക്ക് കിഴക്കോട്ട് യാത്ര തിരിച്ച് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തെക്കേ അറ്റത്ത് അവിടെ കാണിച്ചിട്ടുണ്ട്. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്ദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തുറമുഖത്തെത്തി. അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടാണ് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടു കൂടി ഇന്ത്യൻ തുറമുഖ തീരത്ത് എത്തിയത്. അതായത് നമ്മുടെ കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തിയത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സമുദ്രങ്ങൾ കാണാം എന്നതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം, പിന്നെന്താണ് അന്റാർട്ടിക് സമുദ്രത്തിൻ്റെ ഒരു സൈഡ്, പിന്നെ ഇന്ത്യൻ മഹാസമുദ്രം. അത് നമുക്ക് ഈ ഒരു ഭൂപടത്തിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ഭൂപടങ്ങൾ ഭൂപടത്തിൽ നിന്ന് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ അടുത്തത്. അപ്പോൾ നമുക്കുള്ളത് 7 ഭൂഖണ്ഡങ്ങളാണ്. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആസ്ട്രേലിയ, ആഫ്രിക്ക, അന്റാർട്ടിക്ക. അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അത് നമുക്കൊന്നും കൂടി വായിക്കാം, എന്നിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. അപ്പം അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു.